സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ അഭ്രപാളിച്ചകൾ. എഴുതിയത് TP വേണുഗോപാലൻ. ജയനെ കൊല്ലാനായിരുന്നു MN നമ്പ്യാർ മാർത്താണ്ഡൻ എന്ന ഗുണ്ടയെയും കൂട്ടാളികളെയും ഫാക്ടറിയിലേക്ക് പറഞ്ഞയച്ചത്. കൂടെ ഡ്രൈവറായും വഴികാട്ടിയായും നിരീക്ഷകനായും MN നമ്പ്യാരുടെ ശിങ്കിടി കൊച്ചിൻ ഹനീഫയുമുണ്ട്. ഫാക്ടറി ക്യാൻറ്റീനിലെത്തിയ ജയൻ ഒരു മരബെഞ്ചിലിരുന്ന് സപ്ലയറോട് ചായയ്ക്കായി വിളിച്ചു പറഞ്ഞു. അന്നേരമാണ് മുട്ടോളമുള്ള കള്ളി ട്രൗസർ കാണത്തക്ക വിധം ലുങ്കി മടക്കി കുത്തി ബീഡിപ്പുകയോതിക്കൊണ്ട് മാർത്താണ്ഡന്റെ വരവ്. ഏതാണ്ട് അതേ വേഷത്തിലും ഭാവത്തിലുമുള്ള 3-4 കൂട്ടാളികൾ അകന്നു മാറി നിൽപ്പുണ്ട്. ഉരസാൻ തക്കം പാർത്ത് ജയന്റെ സമീപത്ത് ചെന്നിരുന്ന് മാർത്താണ്ഡനും ചായയ്ക്ക് ഓർഡർ നൽകി. സപ്ലയർ ചായ കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്ന് മാർത്താണ്ഡൻ. ആദ്യം വന്നത് ഞാനാണ്, അതുകൊണ്ട് ആദ്യം ഇവിടെ എന്ന് ജയൻ. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് മാർത്താണ്ഡൻ. കാണിച്ചു തരാം എന്ന് ജയൻ. ധർമ്മസങ്കടത്തിലായ സപ്ലയർ ആര് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് ചായ ഇരുവരുടെയും ഒത്ത നടുവിൽ കൊണ്ടുവച്ചു. ജയൻ ഊക്ക് കാട്ടി അതെടുക്കാൻ നോക്കിയപ്പോൾ മാർത്താണ്ഡന്റെ ഉരുക്കുബലമുള്ള കൈയും നീണ്ടു. അതിനിടയിൽ ആരുടെയോ കൈ തട്ടി ചായ മറിഞ്ഞു. മേശമേലത് അജ്ഞാതമായ വൻകര സൃഷ്ടിച്ചു. കാരണമൊന്നുമില്ലാതെ കലാപമുണ്ടാക്കുന്നത് കൈപ്പിടി പോയ കത്തി പോലെയാണ് മാർത്താണ്ഡന്. കാലിച്ചായയുടെ കണക്കിലായാലും മര്യാദകേടിനു മുന്നിൽ മാറിക്കൊടുക്കുക എന്നത് കത്തിപോയ കൈപ്പിടി പോലെയാണ് ജയന്. 2. റോഡരികിലെ പുറമ്പോക്കിൽ തകര ഷീറ്റുകൊണ്ട് മറച്ച ചാപ്പകളിലൊന്നിലെ ചാക്കുവിരിപ്പിൽ കിടന്ന് മാർത്താണ്ഡന്റെ അപ്പൻ നുറുമ്പ് ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട്. വായ്ക്കകത്ത് എന്തെങ്കിലും ചെന്നിട്ട് ദിവസങ്ങളായതിൻ്റെ പരവേശത്തിലാണ് അയാളെന്ന് മാർത്താണ്ഡനും ഭാര്യ വള്ളിക്കും അറിയാം. മാർത്താണ്ഡൻ ഒന്നും മിണ്ടാതെ പല്ലിറുമുക മാത്രം ചെയ്തു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് കൊല്ലണ്ടെങ്കിൽ അനങ്ങാതാടെ കിടന്നോളണം എന്ന വള്ളിയുടെ ഭീഷണിയിൽ നുറുമ്പിൻ്റെ ഞരക്കം മെലിഞ്ഞു. മൺചട്ടിയിലുണ്ടായിരുന്ന പഴകിയ കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒരു തവി കോരി നുറുമ്പിൻ്റെ പിളർന്ന വായിൽ ഇറ്റിച്ചു കൊടുക്കുമ്പോൾ, ഈ പണ്ടാരത്തിനെ ഒന്നും അങ്ങ് കെട്ടിയെടുക്കാനായിട്ടില്ലേ ഭഗവാനെ എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ചിറിയുടെ ഇരുവശത്തും ഒലിച്ചിറങ്ങിയ വെള്ളം തുണിക്കഷണം കൊണ്ട് തുടച്ചെടുത്ത ശേഷം വള്ളി നുറുമ്പിന്റെ ഗുഹ പോലെ പിളർന്നു കിടക്കുന്ന വായ അമർത്തി മൂടാൻ നോക്കി. നടന്നില്ല. പൂർവാധികം വലിപ്പത്തിൽ അത് തുറന്നു കിടന്നു. അതിനേക്കാൾ വലുതും ഭയജനകവുമായ 2 ഗർത്തങ്ങളായിരുന്നു കണ്ണുകളുടെ സ്ഥാനത്ത്. ഇരുട്ട് കട്ടപിടിച്ചു കിടക്കുന്ന 2 കൊല്ലികൾ. വള്ളിയുടെ കലമ്പലിന്റെ അല കാതിൽ നിന്നൊഴിയുകയും കുടിച്ച കഞ്ഞിവെള്ളം ഉടുതുണിയിൽ മൂത്രമായി ഒലിച്ചു തീരുകയും ചെയ്തപ്പോൾ നുറുമ്പ് വീണ്ടും എനയാനും ഞരങ്ങാനും തുടങ്ങി. അപ്പന്റെ വായടപ്പിക്കാൻ വല്ലതും തടയുമോ എന്ന് നോക്കാനോ കാതിന് അല്പം സ്വൈര്യം കിട്ടാനോ എന്നറിയില്ല. മാർത്താണ്ഡൻ വാതിൽ പലക കാലുകൊണ്ട് നിരക്കി മാറ്റി വെളിയിലിറങ്ങി. അന്നേരമാണ് റോഡരികിലെ കുറ്റിക്കാടിനടുത്ത് കാപ്പിക്കളറിലുള്ള അംബാസഡറിലിരുന്ന് കൊച്ചിൻ ഹനീഫ ഹോണടിച്ച് വിളിക്കുന്നത്. അടുത്തു ചെന്നപ്പോൾ വാ കേറ്, ഒരുത്തനെ കൊല്ലാനുണ്ട് എന്ന് ചെവിയിൽ പറഞ്ഞു. എന്തോ മറുപടിയായി മാർത്താണ്ഡൻ വാ തുറക്കവേ, ഒന്നും പറയണ്ട, ബോസിനെ അറിയാലോ എന്ന മട്ടിൽ കൊച്ചിൻ ഹനീഫ കണ്ണും കൈയും കൊണ്ട് ഗോഷ്ടി കാണിച്ചു. തുടർന്ന് മാർത്താണ്ഡൻ തിടുക്കത്തോടെ ഡോർ തുറക്കുകയും കാറിലേക്ക് നൂണ് കയറുകയുമാണുണ്ടായത്. 3. ചായ തട്ടിമറിഞ്ഞപ്പോൾ ജയൻ മാർത്താണ്ഡന്റെ കരണക്കുറ്റിക്ക് നേരെ കൈയാഞ്ഞ് ഒന്ന് കൊടുത്തു. തുടർന്ന് നടന്നത് അടിയുടെ പൊടിപൂരം. ക്യാൻറ്റീനിലെ പലഹാരത്തട്ടും ചായ ഗ്ലാസുകളും മേശകളും ബെഞ്ചുകളും പൊളിച്ച ശേഷം അടിപിടി പുറത്തെ വിശാലമായ തെങ്ങിൻ തോപ്പിലെത്തി. പിന്നെ വയലോരത്തും പുഴയോരത്തുമായി അത് പാഞ്ഞു നടന്നു. ജയൻ തന്റെ കൈകൾ ഇരുഭാഗത്തും വിടർത്തി എതിരാളികളെ ഒന്നൊന്നായി ക്ഷണിച്ചു. ഓരോരുത്തരെയും അടിച്ച് മലർത്തിയ ശേഷം പൊടി കളയും പോലെ കൈകൾ പരസ്പരം തട്ടി. വരച്ചുവച്ച കരിമീശയ്ക്കു കീഴെ ചുണ്ടുകൾ എന്തോ നുണയുന്നത് കണക്കെ ഞപ്പിക്കൊണ്ടിരുന്നു. കൊല്ലാൻ പോയിട്ട് ഒന്ന് മുട്ടുമടക്കി തൊഴിക്കാനോ മുഷ്ടി ചുരുട്ടി ഇടിക്കാനോ വാ തുറന്ന് മുട്ടൻ 2 തെറി പറയാൻ പോലുമോ മാർത്താണ്ഡനായില്ല. മറ്റുള്ളവരിൽ നിന്ന് ടപ്പേ ടപ്പേ എന്ന അളിഞ്ഞ അടിയാണ് അനായാസം നേരിടാറുള്ളതെങ്കിൽ ഇന്ന് ഇയാളിൽ നിന്ന് കുതറാൻ പോലും ആവാത്ത വിധം ഠിഷ്യൂ എന്ന മുരിഞ്ഞ ഇടി. കൂട്ടാളികളെ ഒന്നൊന്നായി പൊക്കിയെടുത്ത് ജയൻ പുഴയിലേക്കെറിഞ്ഞു. ഇതെല്ലാം പലിശ, ഇനിയുള്ളത് മുതല് എന്നു പറഞ്ഞ് അവസാനം മാർത്താണ്ഡനെ പിടിക്കാൻ കൈവിടർത്തി.
ഓടാൻ നോക്കിയ മാർത്താണ്ഡനെ വളഞ്ഞിട്ടു പിടിച്ച് തുരുതുരെ ഇടിച്ചു. പിന്നെ പൊക്കി വട്ടം കറക്കി നിലത്തടിച്ച് ചുരുട്ടിക്കൂട്ടി പുഴയിലേക്കെറിഞ്ഞു. കൈകളിലെ പൊടി ഒന്നുകൂടി തട്ടി ചുറ്റും കണ്ണോടിച്ചു. അകലെ മറഞ്ഞു നിൽപ്പായിരുന്ന കൊച്ചിൻ ഹനീഫയ്ക്ക് സംഗതി പന്തിയല്ലെന്ന് തോന്നി. അയാൾ കാറിനകത്ത് പതുങ്ങി ധൃതിയിൽ ഗ്ലാസ് ഉയർത്തുകയും കാർ സ്റ്റാർട്ടാക്കുകയും ചെയ്തു. 4. രാത്രി. റോഡിലൂടെ ഇരമ്പിപ്പായുന്ന വാഹനങ്ങളുടെ മിന്നിമറയുന്ന വെളിച്ചം തകരഷീറ്റിന്റെ വിടവുകൾക്കിടയിലൂടെ ചാപ്പയ്ക്കുള്ളിൽ ഇടയ്ക്കിടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. നുറുമ്പിന്റെ ഞരക്കവും മൂളലും നിലച്ചിരിക്കുന്നു. അടയ്ക്കാൻ കണ്ണുകളില്ലെങ്കിലും അയാൾ ഉറങ്ങിയിട്ടുണ്ടാവണം. എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് രാത്രിയായപ്പോൾ കയറി വന്ന മകൻ രുദ്രൻ തിന്നാനൊന്നും കിട്ടാത്തതിന് കണ്ണിൽ കണ്ടതെല്ലാം ചവിട്ടി പൊട്ടിച്ചു. ആ കാല് ഞാൻ കൊത്തും എന്ന് കയർത്ത വള്ളിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തി പുറത്ത് കൈമുട്ടുകൊണ്ട് ആഞ്ഞടിച്ചു. പ്രായക്കുറവ് ക്ഷോഭത്തിന് തടസ്സമായില്ല. വിശപ്പ് ഊക്കിനെ ഉലച്ചില്ല. നിശ്ചേഷ്ടവും നിർവികാരവുമായ മുഖത്തോടെ വള്ളി രുദ്രനെ നോക്കി. രുദ്രന്റെ കണ്ണുകളിൽ തീക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പ്രതികരണമില്ലാതായപ്പോൾ രുദ്രൻ നിലത്ത് കുനിഞ്ഞിരിക്കുകയും പിന്നെ ഉടുത്ത ലുങ്കി അഴിച്ചു വിരിച്ച് ഗർഭപാത്രത്തിലെന്ന പോലെ ചുരുണ്ടു കിടക്കുകയും ചെയ്തു. വള്ളി എഴുന്നേറ്റ് സാരിത്തലപ്പുകൊണ്ട് മുഖവും കഴുത്തും കൈയും അമർത്തി തുടച്ചു. ചിതറി അലങ്കോലപ്പെട്ടിരുന്ന തലമുടി വിരൽ കൊണ്ട് കോതിയൊതുക്കി പുറത്തിറങ്ങി. വാതിൽക്കൽ മരപ്പലക നീക്കിവച്ച ശേഷം റോഡരികിലെ കുറ്റിക്കാടിനടുത്തേക്ക് നടന്നു. ഇരമ്പിപ്പായുന്ന വാഹനങ്ങളിൽ ഒന്നിന്റെ വെളിച്ചം കുറ്റിക്കാടിനടുത്ത് കെട്ടു. 5. ചത്ത പരുവത്തിലാണ് മാർത്താണ്ഡനും കൂട്ടാളികളും ബംഗ്ലാവിൽ മടങ്ങിയെത്തിയത്. ഓടിയിട്ടില്ല, ഓടിച്ചിട്ടേയുള്ളൂ ഇന്നേ വരെ. കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടേയുള്ളൂ ഇന്നേ വരെ. എവിടെയോ എന്തോ പിഴച്ചു. ചവച്ചു തുപ്പിയ ചണ്ടി കണക്കെ മാർത്താണ്ഡനും കൂട്ടാളികളും ബംഗ്ലാവിന്റെ നടുത്തളത്തെ മലീമസമാക്കി. ഇത്തവണത്തേക്ക് മാപ്പ്. നനഞ്ഞതും മുറിഞ്ഞതും കരച്ചിൽ പുരണ്ടതുമായ ശബ്ദത്തിൽ മാർത്താണ്ഡൻ പറഞ്ഞു. മാപ്പ്? ബാൽക്കണിയിലെ തിരിയൻ കസേരയിൽ പുറം തിരിഞ്ഞിരിപ്പായിരുന്ന എൻ നമ്പ്യാർ പൊടുന്നനെ മാർത്താണ്ഡന്റെ നേർക്ക് തിരിഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. പൈപ്പിൽ നിന്നും പുക വലിച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഊതിപ്പറത്തിയ ശേഷം എൻ നമ്പ്യാർ തന്റെ വിസ്താരമേറിയ കൂളിംഗ് ഗ്ലാസുകൾക്കിടയിലൂടെ മാർത്താണ്ഡനെയും കൂട്ടാളികളെയും നോക്കി. വിശ്വാസവഞ്ചന കാട്ടുന്നവരെയും മാനഹാനി വരുത്തുന്നവരെയും ഉത്തരവാദിത്വം മറക്കുന്നവരെയും എൻ നമ്പ്യാർ വെറുതെ വിടാറില്ല. ഇഞ്ചിഞ്ചായാണ് ഇല്ലാതാക്കുക. ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ അറിയാഞ്ഞിട്ടല്ല, അതെളുപ്പമാണു താനും. നെറികേട് കാട്ടിയവന്റെ നെഞ്ചിലേക്ക് വിരൽ ഞൊടിയുന്ന ലാഘവത്തോടെ നിറയൊഴിച്ച് അപ്പോൾ തന്നെ കണക്ക് ക്ലോസ് ചെയ്യാം. അതിലൊരു ഗുമ്മില്ലാത്തതുകൊണ്ട് മുറിവേൽപ്പിച്ചും അംഗഭംഗം വരുത്തിയും ജീവച്ഛവമായി വലിച്ചെറിയുന്ന രീതിയോടാണ് പുള്ളിക്ക് കമ്പം. വേദനിപ്പിച്ച് ഒരിറക്ക് വെള്ളത്തിനായി കരഞ്ഞ് പിടഞ്ഞു നരകിക്കണം. വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷ മരണം വരെ ഉള്ളു നീട്ടണം. അത് കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും നടപ്പാക്കാൻ എൻ നമ്പ്യാർക്ക് ഒരു വിശ്വസ്തനുണ്ട്, റോബർട്ട്. നീണ്ട കൊക്കും ആർത്തിമൂത്ത കണ്ണുകളും ക്രൂര നഖങ്ങളും ഭീകര ചിറകുകളുമുള്ള കഴുകൻ. റോബർട്ട്! എൻ നമ്പ്യാർ പ്രത്യേക സ്വരത്തിലും ഈണത്തിലും വിളിച്ചു. തൂങ്ങിക്കിടക്കുന്ന കമ്പിവലയത്തിൽ കാലുകളൂന്നി വട്ടം തിരിഞ്ഞ് എല്ലാം കാണുകയും കേൾക്കുകയുമായിരുന്നു റോബർട്ട്. ഉടൻ ഒരു ആക്ഷൻ തരപ്പെടുമെന്നതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലും കുറച്ചു നേരമായി കിൽകിൽ ശബ്ദമുണ്ടാക്കുകയായിരുന്നു. എൻ നമ്പ്യാരുടെ ഓരോ വിളിയുടെയും അർത്ഥം റോബർട്ടിനറിയാം. കൊക്കുകൊണ്ട് കൊത്തി, നഖം കൊണ്ട് മാന്തി, ചിറകടിച്ച് വട്ടം കറക്കി പേടിപ്പിക്കുക. ഇപ്പോഴത്തെ വിളിയുടെ അർത്ഥം അതാണ്. ബോസ് നീതിമാനും ഔചിത്യബോധവുമുള്ളയാളുമാണ്. നെറികേടിന്റെ ആഴത്തിനനുസരിച്ച് ശിക്ഷ വിധിക്കൂ. വിളി കേട്ടപ്പോൾ റോബർട്ട് ടകടക ശബ്ദത്തിൽ ചിറകടിച്ചുയർന്ന് ശരം വിട്ട പോലെ പറന്നുവന്ന് മാർത്താണ്ഡന്റെ തലയ്ക്ക് വട്ടമിട്ടു. മുട്ടിയില്ല, കൊത്തിയില്ല, മാന്തിയില്ല എന്ന മട്ടിൽ കുറെ ഭ്രമിപ്പിച്ചു. പ്രാണഭീതി കൊണ്ടുതന്നെ മാർത്താണ്ഡൻ ഏതാണ്ട് ചാകാറായി. റോബർട്ട് പക്ഷേ വിട്ടില്ല. മാന്തിപ്പറിയും കൊത്തിക്കീറലും ആരംഭിച്ചു. എൻ നമ്പ്യാർ പൈപ്പിൽ നിന്ന് വലിച്ചെടുത്ത പുക ഊതി ചുരുളകളാക്കി പറത്തിവിട്ട് ഹാളിനകം നിറച്ചു. മാർത്താണ്ഡനിൽ നിന്ന് നിസ്സഹായതയുടെ നിലവിളിയുണ്ടായി. വേദനയുടെ പിടച്ചിലുണ്ടായി. സഹഗുണ്ടകളിൽ നിന്ന് സങ്കടത്തിന്റെയും സംഭ്രമത്തിന്റെയും ഏങ്ങലടിയുണ്ടായി. എൻ നമ്പ്യാരിൽ നിന്ന് ആഹ്ലാദത്തിന്റെ അട്ടഹാസമുണ്ടായി.
ദേഹമാസകലം മുറിവുകളുമായി മരണവെപ്രാളത്തിൽ പിടയുന്ന മാർത്താണ്ഡന്റെ 2 കണ്ണുകളും ആർത്തിയോടെ കൊത്തിയെടുത്തു റോബർട്ട്. ചിട്ടപ്പെടുത്തിയ ആക്രമണത്തിന്റെ അവസാനത്തെ ഐറ്റമായിരുന്നു അത്. ബംഗ്ലാവിന്റെ ഇരുമ്പുവാതിൽ തള്ളിത്തുറന്ന് കൊച്ചിൻ ഹനീഫ ജയനെയും കുട്ടി അകത്തേക്ക് വരുന്നത് ആ സമയത്തായിരുന്നു. അവിചാരിതമായി കണ്ട വേറിട്ടതും നൂതനവുമായ ആക്രമണ രീതി ജയനിൽ കൗതുകമുണർത്തി. ഇതൊക്കെ എന്ത് എന്ന അർത്ഥത്തിൽ കൊച്ചിൻ ഹനീഫ ജയനെ നോക്കി മുഖം കൊട്ടി. കൊണ്ടുപോയിക്കോ. ആഗതരെ കണ്ടപ്പോൾ എം.എൻ. നമ്പ്യാർ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. ചോരയൊലിച്ച് മൃതപ്രായനായ മാർത്താണ്ഡനെ കോരിയെടുത്ത് അനുചരന്മാർ പുറത്തുപോയി. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ റോബർട്ട് ഉച്ചത്തിൽ ചിറകടിച്ചുവന്ന് എം.എൻ. നമ്പ്യാരുടെ ഇടതുകൈ തണ്ടമേൽ അനുസരണയോടെ ഇരിപ്പുറപ്പിച്ചു. മനുഷ്യൻ, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരേയൊരു വർഗം. തന്റെ വലതു കൈ വിരലുകളാൽ റോബർട്ടിന്റെ തൂവലുകൾ പതുക്കെ തലോടിക്കൊണ്ട് എം.എൻ. നമ്പ്യാർ മനസ്സിൽ പറഞ്ഞു. 6. നുറുമ്പ്, ഞരക്കവും മൂളലും പുനരാരംഭിച്ചിരിക്കുന്നു. അത് ഉടൻ കനക്കും. ചൊറിയമ്പുഴുക്കൾ പോലെ ചാപ്പക്കുള്ളിലാകെ ഇഴഞ്ഞു നടക്കും. ഇറ്റിച്ചുകൊടുത്ത് വായടക്കാമെന്ന് വച്ചാൽ കഞ്ഞിവെള്ളം അടി കണ്ടിരിക്കുന്നു. വൈകിയാണ് എഴുന്നേൽക്കുകയെങ്കിലും രുദ്രന് അപ്പോൾ തന്നെ മുന്നിൽ എന്തെങ്കിലും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ കൂട്ടിലിട്ട വെരുകിനെ പോലെ ചാപ്പക്കുള്ളിൽ വിറളി പിടിച്ചോടും. കണ്ണിൽപ്പെടുന്നതെന്തായാലും അതിന്മേൽ കാലുകൊണ്ട് ഉശിരു കാട്ടും. തർക്കുത്തരം പറഞ്ഞും പരബ്രഹ്മം കണക്കെ നിന്നും മടുത്തു. വിയർപ്പിൽ കുതിർന്ന ബ്ലൗസിനുള്ളിൽ മാറിടം പറ്റി ചുരുണ്ടു കിടപ്പായിരുന്ന രൂപയെടുത്തു നിവർത്തി എണ്ണി നോക്കി. ഒരു നേരത്തേക്ക് കഷ്ടിച്ച് 2-3 വയറ് തികയ്ക്കാനുള്ളതുണ്ട്. പുറത്തിറങ്ങാനായി വാതിൽ പലക നിരക്കി മാറ്റിയപ്പോൾ അവിടവിടെയായി ചോര കുടിച്ച അടയാളങ്ങളുള്ള വലിയ തുണിക്കെട്ട് മുന്നിൽ വഴി മുടക്കി കിടക്കുന്നു. അടുത്തു ചെന്ന് നോക്കി. തുണിക്കെട്ടല്ല, മാർത്താണ്ഡൻ. വള്ളി അയാളെ തൊട്ടുനോക്കി. അനക്കമുണ്ട്. മേലാസകലം ചോരവാർന്ന മുറിവുകൾ. മുഖത്തു നോക്കിയപ്പോൾ കണ്ണുകൾക്കു പകരം 2 ചോരക്കിണറുകൾ. 7. സകലമാന മുറകളും അറിയാവുന്ന മാർത്താണ്ഡനെയും കൂട്ടാളികളെയും നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയ വീരശൂര പരാക്രമിയായ ജയനെ എങ്ങനെയെങ്കിലും എം.എൻ. നമ്പ്യാരുടെ മുന്നിലെത്തിക്കണമെന്ന തന്റെ ദൗത്യം നിറവേറ്റിയ സംതൃപ്തിയോടെ കൊച്ചിൻ ഹനീഫ നടുത്തളത്തിന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു. ആക്രമിച്ച് കീഴ്പ്പെടുത്താനാവാത്തവരെ ആശ്ലേഷിച്ച് വറുതിയിലാക്കണമെന്ന ബോസിന്റെ നയം കൊച്ചിൻ ഹനീഫയ്ക്ക് നന്നായി അറിയാം. എതിരാളിയുടെ ശക്തിയും ബുദ്ധിയും കൃത്യമായി അളന്നെടുത്താണ് ബോസിന്റെ ഓരോ ചുവടുവയ്പും. എം.എൻ. നമ്പ്യാർ: വരൂ വരൂ. ജയൻ: എന്നെ എന്തിനാണ് ഇവിടേക്ക് വിളിപ്പിച്ചത്? എം.എൻ. നമ്പ്യാർ: പറയാം. ഫാക്ടറിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. വീരന്മാരെ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ജയൻ: നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അത് ചെയ്തത്. മര്യാദകേട് എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. എം.എൻ. നമ്പ്യാർ: വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്കാവശ്യം. ജയൻ: മനസ്സിലായില്ല. എം.എൻ. നമ്പ്യാർ: ഇന്നലെ വരെ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്ത നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ തരാൻ പോവുകയാണ്. ജയൻ: ആവശ്യമുള്ള പണമോ? അതിനു തക്ക ജോലി? എം.എൻ. നമ്പ്യാർ: സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. പണം പണം പണം. അതുണ്ടാക്കാൻ നമുക്ക് നമ്മുടേതായ നീതിയും നിയമവുമാണ്. നാട്ടുനിയമങ്ങൾ നമ്മുടെ സാമ്രാജ്യത്തിൽ ബാധകമല്ല. ജയൻ: ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എം.എൻ. നമ്പ്യാർ: വെരി ഗുഡ്. പക്ഷേ അത്ര ലാഘവത്തോടെ ചെയ്യാവുന്ന തൊഴിലല്ല ഇത്. അപകടം ഏത് ഭാഗത്തും പതിയിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഒരു സഹായിയെ കൂടെ വെക്കാം. എന്തിനും പോന്ന ഒരു സഹായി. ജയൻ: ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യം എനിക്കില്ല. എം.എൻ. നമ്പ്യാർ: എനിക്കിഷ്ടമായി നിന്റെ ആത്മവിശ്വാസം. ഇതുപോലുള്ള ഒരാളെ കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത്. ബിസിനസ് സാമ്രാജ്യം ലോകത്തോളം വളർത്താനുള്ള കരുത്ത് നിനക്കുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഹസ്തദാനത്തിനു ശേഷം കാണാം എന്നു പറഞ്ഞ് ജയൻ ബംഗ്ലാവിന് വെളിയിലിറങ്ങി. നടുത്തളത്തിന്റെ ഒരു മൂലയിൽ എല്ലാം കണ്ടും കേട്ടും നിൽപ്പായിരുന്ന കൊച്ചിൻ ഹനീഫ ജേതാവിന്റെ ശരീരഭാഷയോടെ എം.എൻ. നമ്പ്യാരുടെ മുന്നിൽ വിനയാന്വിതനായി. കൊച്ചിൻ ഹനീഫ: ഇവൻ നമ്മുടെ ബിസിനസ്സിന് മുതൽക്കൂട്ടാകും ബോസ്. എം.എൻ. നമ്പ്യാർ: ശരിയാണ്. പക്ഷേ എപ്പോഴും പിറകിൽ കണ്ണുകൾ ഉണ്ടായിരിക്കണം.
എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, ആരെ കാണുന്നു, ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ ശക്തവും സൂക്ഷ്മവുമായ കണ്ണുകൾ. തണ്ടും തടിയുമുള്ള ഒരാളുടെ കണ്ണുകൾ. അടിക്കാൻ പറഞ്ഞാൽ അറുത്തിട്ടു കൊണ്ടുവരുന്ന, ചാകാൻ പറഞ്ഞാൽ ചത്തിട്ടു വരുന്ന ഒരാളുടെ ധൈര്യവും വീര്യവുമുള്ള കണ്ണുകൾ. ഉത്തരവാദിത്ത ബോധമുള്ള കണ്ണുകൾ. വിശ്വാസവഞ്ചന കാട്ടിയാൽ, മാനഹാനി വരുത്തിയാൽ തക്കതായ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുള്ള കണ്ണുകൾ. 8. നുറുമ്പിന്റെ ഞരക്കവും മൂളലും ഒന്നുമല്ലെന്ന മട്ടിൽ മാർത്താണ്ഡന്റെ എനച്ചിൽ ചാപ്പക്കുള്ളിൽ കുമിഞ്ഞു. എപ്പോഴോ തീ കെട്ടുപോയ അടുപ്പിലെ ചട്ടിയിൽ വള്ളി തവിയിട്ടിളക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഇളക്കി ശബ്ദമുണ്ടാക്കുക മാത്രമായിരുന്നു വള്ളിയുടെ ഉദ്ദേശ്യം. നുറുമ്പിന്റെയും മാർത്താണ്ഡന്റെയും മത്സരിച്ചുള്ള അരോചകമായ ആർത്തനാദങ്ങൾ അതുകേട്ട് അല്പനേരമെങ്കിലും ദുർബലമായെങ്കിൽ എന്നാണ് വിചാരം. രുദ്രൻ എഴുന്നേറ്റു. വിരിച്ച ലുങ്കി തട്ടിക്കുടഞ്ഞ് മുട്ടോളമെത്തുന്ന ട്രൗസറിനു മീതെ വാരിച്ചുറ്റി. വാതിൽക്കലുള്ള മരപ്പലക ഒരു ചവിട്ടിനെ തള്ളി വീഴ്ത്തി. ഇരുഭാഗത്തും നിരനിരയായി കിടക്കുന്ന തകര ഷെഡുകളുടെ വിടവുകളിലൂടെ മൂളലുകൾ, തേങ്ങലുകൾ, ഞരക്കങ്ങൾ, ആർത്തനാദങ്ങൾ. അതേ സ്വരത്തിൽ, അതേ ഈണത്തിൽ, അതേ താളത്തിൽ. എങ്ങോട്ട് നടക്കണമെന്നറിയാതെ രുദ്രന്റെ കാലുകൾ ഒരു നിമിഷം അനക്കമറ്റു. റോഡരികിലെ കുറ്റിക്കാടിനടുത്ത് അപ്പോഴേക്കും കാപ്പിക്കളറിലുള്ള അംബാസഡർ വന്നു നിന്നിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.